माधव, विदेश से मेरा डेलीगेट्स आ रहे हैं. You take care of them, okay? जी सर. Johnny bhai, come on, speed up. कौन है तुम? हिंदी तो मुझे भी मालूम है. പക്ഷേ നമുക്കിവിടെ മലയാളം പോരെ? നിങ്ങൾ ആരാണ്? സേതു. മനസ്സിലായില്ല അല്ലേ? ഇല്ല. മനസ്സിലാവില്ല. അല്ലെങ്കിലും ചങ്ങലയിലെ അവസാനത്തെ കണ്ണികളായ ഞങ്ങളെ അറിയേണ്ട ബാധ്യത നിങ്ങൾക്കില്ലല്ലോ. രാധയെ കൊല്ലാൻ വന്നവനാണ് ഞാൻ, നിങ്ങൾക്ക് വേണ്ടി. എനിക്ക് വേണ്ടിയോ? What do you mean? സോറി, തെറ്റി. ചന്ദ്രുവിന് വേണ്ടി, നിങ്ങളുടെ ആജ്ഞാനുവർത്തിയായ ചന്ദ്രുവിന് വേണ്ടി. നിനക്കെന്താണ് വേണ്ടത്? നേതാജിക്ക് തരാൻ കഴിയുക അനുസരിച്ചാൽ കുറെ പണം, അല്ലെങ്കിൽ മരണം. എനിക്ക് വേണ്ടത് രണ്ടുമല്ല. Then what else you want? ഞാൻ ഇവിടെ വെച്ച് പിന്മാറാം. ഒരൊറ്റ വ്യവസ്ഥ മാത്രം, എന്നെ വെറുതെ വിടണം. അതിന് നമ്മൾ തമ്മിൽ കണക്കുകളൊന്നുമില്ലല്ലോ. ഇല്ല, ശരിയാണ്. പക്ഷേ നാരായണൻകുട്ടി, രാധയ്ക്ക് നിങ്ങളുമായി കണക്കുകളുണ്ട്. കൊല്ലാൻ വന്ന എനിക്ക് അവളെ രക്ഷിക്കേണ്ടി വന്നു. അവളുടെ വേദന അറിയേണ്ടി വന്നു. നിരപരാധിയായ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്കിരയായി വിട്ടു തന്നുകൊണ്ട് എനിക്ക് കൈകഴുകി പിന്മാറാനാവില്ല മേത്താജി. ഏതോ, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയാമോ? അറിയാം സർ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കൂട്ടത്തിനു വേണ്ടി 14 പേരുടെ ജീവൻ കത്തിമുനയിൽ കോർത്തവനാണ് ഞാൻ. ഇനി ഒരിക്കൽ കൂടി ആയുധമേന്താൻ എനിക്ക് മടിയില്ല. പക്ഷെ അതൊരു ജീവൻ ഒടുക്കാനാവില്ല, ഒരു ജീവൻ രക്ഷിക്കാനായിരിക്കും. യെസ്, രാധയെ രക്ഷിക്കാൻ. വെരി ഗുഡ് ബോയ്, വെരി ഗുഡ്. Stop it. See you. See you. അതാണ് രാധേ സത്യം. ചന്ദ്രു എന്നെ നിയോഗിച്ചത് നേതാജിക്ക് വേണ്ടിയാണ്. അതെനിക്ക് മനസ്സിലാക്കാം. പക്ഷേ സേതു, നിങ്ങളെപ്പോലൊരു നല്ല മനുഷ്യൻ എങ്ങനെ അവരുടെ വലയിൽ വീണു? നല്ല മനുഷ്യൻ, യെസ്, ഞാനതായിരുന്നു ഒരിക്കൽ. നാട് വിട്ട് ബോംബെയിലെത്തിയ എനിക്ക് തൊഴിലാളി നേതാവായ ബാലേട്ടനായിരുന്നു അഭയൻ. അയാൾ വഴി എനിക്കൊരു ജോലി കിട്ടി. അയാളുടെ മുറിയിൽ കിടക്കാൻ ഇടവും തന്നു. ആദ്യ മാസത്തെ ശമ്പളം കൊണ്ട് ബാലേട്ടനെ സൽക്കരിക്കണമെന്ന് എനിക്ക് തോന്നി. എടാ കൊച്ചിനെ, ദാദറിൽ വണ്ടി ഇറങ്ങുമ്പോ ഈ ബാലേട്ടിന് വയസ്സ് 15. 3 കൊല്ലം കഴിഞ്ഞ് ശിവജി പാർക്കിൽ ചുമട്ടുതൊഴിലാളിയോട് പ്രകടനം നടന്നു. അന്ന് 18 വയസ്സുകാരനൊരു പയ്യൻ അതിന്റെ മുൻനിരയിൽ ചെങ്കുടിയും പിടിച്ചു നിന്നു. അതാരാണെന്നറിയാമോ? ഈ ബാലേട്ടൻ. സ്നേഹവും. അത് കഴിഞ്ഞ് 21 വർഷം കഴിഞ്ഞു. ഈ ഞരമ്പിൽ ഓടുന്നത് തൊഴിലാളി വർഗത്തിന്റെ ചോരയാണാ. അധ്വാനിച്ചുണ്ടുന്ന ചോറിന് ചൂഷണത്തിന്റെ ഗന്ധമല്ല, വിയർപ്പിന്റെ ഗന്ധമാണ്. അതെനിക്കിഷ്ടമാണ്. നീയും ഇഷ്ടപ്പെടണം. ബാലേട്ടൻ നല്ല ഫോമിലാണല്ലോ. ആണടാ, ഇന്ന് നിന്റെ സന്തോഷം പങ്കിടുകയാ. എനിക്ക് ഇനിയും കുടിക്കണം. എങ്ങോട്ടാ ബാലേട്ട? എനിക്ക് കുറച്ചുകൂടെ വേണം. മതി ബാലേട്ട, ഇനി വേണ്ട. വേണം. എങ്കിൽ ഞാൻ വാങ്ങിച്ചോണ്ടിരാം. വേണ്ട, നിന്റെ സന്തോഷം ഞാൻ പങ്കിട്ടു. ഇനി എന്റെ സന്തോഷം, അതെന്റെ കാശ് കൊണ്ട് മതി. ऊपर देख के चलता है, साले मर जाएगा. फूट यहाँ से फट. तुम मुझे मारेगा? देखो, ये मेरा रोड है. इधर भी देख में चलेगा, समझे? വെള്ളം അടിച്ച് അഭ്യാസം കാണിക്കാതെ വണ്ടിയുടെ മുമ്പിൽ മാറടാ കഴിവടാ മോനെ. നീ ആദ്യം പറഞ്ഞത് ന്യായം, രണ്ടാമത് പറഞ്ഞതിന് തന്തയോട് പറഞ്ഞാൽ മതി. എന്ത് പറഞ്ഞ പാട്ടി?
देखो ബാലേട്ടാ 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 साथियों में एक चाकू से मारा गया तो लाश को भी तोड़ के फेंकते रहो कुत्ते का बच्चा ചന്ദ്രു എന്താ അപ്പോഴേക്കും പോലീസ് എത്തി വേറെ വഴി ഉണ്ടായില്ല आरा वो नहीं അറിയില്ല किसने मारा नहीं मालूम साहब नहीं मालूम नहीं मालूम जो भी हो लेकर आओ രാമു 24 മണിക്കൂറിനകം जाओ उसका बांध के लेके आओ कौन है तुम्हारा बाप जल्दी दरवाजा खोलो दरवाजा खोलो किधर गया साला वो पूरा ऊपर है चलो चलो जल्दी करो രണ്ട് കൊലപാതകങ്ങളിൽ നിന്നെ കുരുക്കാൻ എനിക്ക് കഴിയും. ഒന്ന് നിന്റെ കുത്തുകൊണ്ട് മരിച്ച എന്റെ ആള്, രണ്ട് നിന്റെ കൂട്ടുകാരൻ. തെളിവുകളും സാക്ഷികളും നിനക്കെതിരായിരിക്കും. കോടതിയും കഴിമരവും നിന്നെ കാത്തു നിൽക്കും. इन सबसे बचने के लिए एक ही रास्ता है, जो मारा गया उसकी जगह हमारे पास तुम आ जाओ, यही हमारा असूल है. ഞങ്ങളെക്കുറിച്ച് ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടാൻ ഞങ്ങൾക്കാവില്ലല്ലോ. ഒറ്റ വാക്കിൽ ഒരു ഉത്തരം മതി എനിക്ക്. സമ്മതം അല്ലെങ്കിൽ